പരിശുദ്ധ അമ്മയെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധ പരമദീവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: തന്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ ദൈവം യേശുക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. എന്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ എന്റെ അടുക്കൽ വരുവാൻ ഒരുവനും സാധിക്കുകയില്ല എന്ന് ഈശോ അസന്നിഗ്ധമായി വെളിപ്പെടുത്തുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3:13 തനിക്കിഷ്ടമുള്ളവരെ തന്റെ കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് ക്ഷണിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പൂർണ്ണരാക്കുവാൻ, പരിപൂർണരാക്കുവാൻ ദൈവം നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. സ്വർഗസ്ഥനായ ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നാമും പരിശുദ്ധരാകേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ യേശുക്രിസ്തു തന്റെ യാഗത്തിലൂടെ നമ്മെ കഴുകി വൃത്തിയാക്കി. അവനിൽ ഐക്യപ്പെടുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. ഈശോ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു മനോഹരമായ ഒരു സംഭവം എന്റെ ചിന്തയിൽ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു അമ്മച്ചി മീൻ തെരഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടു. ഇതെനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സ്വരം കേട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ എന്റെ യാത്ര തുടർന്നു. പിന്നീട് വീട്ടിലെത്തി. വൈകുന്നേരത്തെ പ്രാർത്ഥനാവേളയിൽ അമ്മച്ചിയും ഈ മീൻകുട്ടയും ഒക്കെയുള്ള കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പ്രാർത്ഥിക്കുന്ന സമയം എന്തിനാണ് ഇതൊക്കെ എന്ന് ഞാൻ ആദ്യമേ അത്ഭുതപ്പെട്ടു. എന്നാൽ അതിലൂടെ ഒരു ആശയം എന്റെ കർത്താവ് എനിക്ക് തരാനുണ്ട് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. എന്റെ മനസ്സിൽ വന്ന ചിന്തകൾക്ക് ഞാൻ തന്നെ ഉത്തരവും പറയുവാൻ തുടങ്ങി. എന്തിനാണ് അമ്മച്ചി മീൻ തിരഞ്ഞെടുത്തത്? അമ്മച്ചിക്കും അമ്മച്ചിയുടെ വീട്ടിലുള്ളവർക്കും ഭക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്തിനാണ് അമ്മച്ചി അത് വേണ്ട എന്ന് പറഞ്ഞത്? അത് മോശമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അമ്മച്ചി തെരഞ്ഞെടുത്ത നല്ല മീനുകൾ പിന്നെ അമ്മച്ചി എന്തു ചെയ്യും? അത് വൃത്തിയാക്കും. പല വിധത്തിലാണ് മീൻ വൃത്തിയാക്കുന്നതൊക്കെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഓരോ തരത്തിലുള്ള മീനുകൾ ഓരോ വിധത്തിൽ വൃത്തിയാക്കുന്നു. ചിലത് വെറുതെ കഴുകിയിട്ടാൽ മതി, ചിലത് കത്തിയൊക്കെ ഒന്ന് ഓടിച്ചാൽ മതി, ചിലത് കല്ലിന്മേലിട്ട് തേച്ചാണ് വൃത്തിയാക്കുക, ചിലതാണെങ്കിൽ തൊലി പൊളിച്ച് കളഞ്ഞ് ആണ് വൃത്തിയാക്കുക. ഓരോ തരത്തിലാണ് മീൻ വൃത്തിയാക്കി ഉപയോഗിക്കുക. എത്ര പൈസ മുടക്കി മേടിച്ചതാണെങ്കിലും അത് വൃത്തിയാക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളു തുറന്ന് വേണ്ടാത്ത പല കാര്യങ്ങളും എടുത്തു കളഞ്ഞിട്ടാണ് നാം അത് ഭക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാക്കുക. വളരെ ചെറുപ്പത്തിൽ എന്റെ അമ്മച്ചി മീൻ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മച്ചിയുടെ അടുത്തിരുന്ന കാര്യവും അതോടൊപ്പം ഓർമ്മ വന്നു. ഒരിക്കൽ ചാത്തൻ മേടിച്ചുകൊണ്ടുവന്ന മീൻ അമ്മച്ചി വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മച്ചിയുടെ അടുത്ത് 2 പേരുണ്ടായിരുന്നു. ഞാനും ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പൂച്ചയും. അമ്മച്ചി പിടിച്ച മീൻ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി. രാത്രി ആയിരുന്നുകൊണ്ട് അമ്മച്ചി പറഞ്ഞു, മോനെ നീ ചെന്ന ടോർച്ചിങ് എടുത്തുകൊണ്ട് വാ. കാരണം മണ്ണെണ്ണ വിളക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് നോക്കി. പൈസ കൊടുത്തു മേടിച്ച മീനല്ലേ, അതുകൊണ്ട് അത് ഉപേക്ഷിക്കാനൊന്നും അമ്മച്ചി തയ്യാറായില്ല. അത് പിടിക്കുവാൻ, തെന്നിപ്പോകാതിരിക്കുവാൻ അമ്മച്ചി കയ്യിൽ ചാരത്തിൽ മുക്കി അമ്മച്ചി അത് തൊലി പൊളിച്ചു കളഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. സഹോദരങ്ങളെ, നമ്മെ പലപ്പോഴും തെരഞ്ഞെടുത്ത് പിടിച്ചിട്ട് നാം തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ചാരം ഉപയോഗിച്ച് വീണ്ടും നമ്മെ പിടിക്കും. കാരണം അവന്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അവന്റെ അമൂല്യ രക്തം കൊണ്ട് നമ്മെ വിളിച്ചവനാണ്. അവന്റെ അമൂല്യ രക്തം കൊണ്ട് നമ്മെ രക്ഷിച്ചവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവ് നമ്മെ വീണ്ടും പിടിക്കും. അവിടുന്ന് ഒരു പദ്ധതി നമ്മിലിട്ടിരിക്കുന്നു, നമ്മെ വിശുദ്ധരാക്കുവാൻ, നമ്മെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ പൂർണ്ണനാക്കുവാൻ. സ്നേഹമുള്ളവരെ, നമ്മിൽ ചിലരെ വൃത്തിയാക്കുവാൻ കഴുകേണ്ടതുണ്ട്. നമ്മിൽ ചിലരുടെ മേൽ കത്തിയൊന്ന് ഓടിച്ചാൽ മതിയാവും. നമ്മെ ചിലരെ കല്ലിന്മേലിട്ട് ഉരയ്ക്കേണ്ടതായിട്ട് വരും. നമ്മിൽ ചിലരുടെ തൊലി പൊളിച്ചു കളയേണ്ടതായിട്ട് വരും. നമ്മിൽ നിന്നും ദൈവം തെരഞ്ഞെടുത്തതിനു ശേഷം നമ്മുടെ ഉള്ളിലുള്ള പഴയ മനുഷ്യനെ നാം വലിച്ചു കീറി കളയേണ്ടതുണ്ട്. ആസക്തികളാൽ കലുഷിതമായ
പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞ് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ നാം തയ്യാറാകണം. നമ്മുടെ കുഞ്ഞു സഹനങ്ങളൊക്കെ അതിന് കാരണമായി തീരട്ടെ. എല്ലാ സഹനങ്ങളും വിശുദ്ധീകരണത്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി കൂടിയാണ് സഹനങ്ങൾ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മെ തെരഞ്ഞെടുത്തത് ഈശോയുടെ ഭാഗമാക്കുവാൻ വേണ്ടിയാണ്, ഈശോയ്ക്ക് ഭക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതായത് ഈശോ പറയുകയാണ്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 31-ാം തിരുവചനത്തില് സമരിയക്കാരിയുമുള്ള സംസാരത്തിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, റബ്ബി, അങ്ങ് ഭക്ഷണം കഴിച്ചാലും? നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നതാണ് എന്റെ ഭക്ഷണം. ഞാനും നീയും പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യേശുക്രിസ്തുവിന്റെ ഭക്ഷണമാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭക്ഷണം റെഡിയാകുവാൻ നമ്മെ വിശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് നമ്മിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ. എല്ലാ സഹനങ്ങളും നമ്മെ ശുദ്ധീകരിക്കാനുള്ളതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് ചില സഹനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം വിശുദ്ധീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനായി ദൈവം നമ്മെ ഉപയോഗിച്ച് പല സഹനങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ നിരാശപ്പെടാതെ എന്റെ കർത്താവ് എന്നെ വിശുദ്ധീകരിക്കുകയാണ്, ഞാൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി അവന്റെ പ്രവർത്തനത്തിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുമ്പോൾ ഇതാ മനോഹരമായ ദൈവിക ദൗത്യങ്ങൾ നമ്മിലൂടെ നടക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുനീർ താഴ്വര